മിഡിൽ ക്ലാസ് ഫാമിലി ആയിട്ട് ഹരിപ്പാടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അടൂരുള്ള ഗ്രീൻ വാലിയിലാണ്. ഒരു ദിവസം കുറഞ്ഞ രീതിയിൽ ഒരു ദിവസം ഫുള്ള് അടിച്ച് പൊളിക്കാൻ പറ്റിയ, പ്രത്യേകിച്ച് വെക്കേഷൻ ടൈമൊക്കെ ആയതുകൊണ്ട് ഒരു ദിവസം ഫുള്ള് കുട്ടികളുമായി അടിച്ച് പൊളിക്കാൻ പറ്റിയ, അത് കുറഞ്ഞ ചിലവിൽ അടിച്ച് പൊളിക്കാൻ പറ്റിയ ഒരു ലൊക്കേഷനാണിത്. ഇവിടുത്തെ ടിക്കറ്റ് നിരക്കെന്ന് പറയുന്നത് 10 വയസ്സിന് താഴോട്ടുള്ള കുട്ടികൾക്ക് 300 രൂപയും അതിന് മുകളിലോട്ടുള്ളവർക്ക് 350 രൂപയുമാണ്. ഫസ്റ്റ് നമ്മൾ കാണുന്നത് ഈ കാളക്കുട്ടനെയാണ് കേട്ടോ. അങ്ങനെ ഈ കാളക്കുട്ടൻ്റെ മുകളിലോട്ട് നമ്മൾ ഒന്ന് കയറി കഴിഞ്ഞ് കാളക്കുട്ടൻ്റെ കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ കണ്ടതിന് ശേഷം, അതിന് മുമ്പ് ഒരു കാര്യം പ്രത്യേകിച്ച് നമുക്ക് പറയാനുണ്ട്. നമ്മൾ വെള്ളത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് ഇവിടുത്തെ ബാക്കിയുള്ള റൈഡുകളെല്ലാം കയറണം കേട്ടോ. ഇലക്ട്രിക് റൈഡുകളെല്ലാം വെള്ളത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് കയറണം. കാരണം അതല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ഇതിലൊന്നും അവർ കയറ്റില്ല കേട്ടോ. അപ്പം ഫസ്റ്റ് ഈ ഒരു സെക്ഷനിൽ ഞങ്ങളിങ്ങനെ കയറി അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് അടുത്തതായിട്ട് ഞങ്ങൾ വന്നത് കാറിൻ്റെ സെക്ഷനിലാണ്. പിന്നെ കാറിൻ്റെ സെക്ഷനിൽ ആ കാറിൽ ഇവിടുത്തെ കാറിലൊക്കെ എന്ന് വെച്ച് കഴിയുമ്പോൾ നമ്മളിപ്പം ഞങ്ങൾ ആലപ്പുഴ ബീച്ചിലൊക്കെ പോയപ്പോഴത്തേക്ക് അവിടെ ഒരു വട്ടം ഓടുന്നതിന് 50 രൂപയോളം അല്ലേ, 50 രൂപയോളം റേറ്റ് നമുക്ക് വന്നിരുന്നു. ഒരു കാറിൽ നമ്മൾ ഒരു വട്ടം കണ്ടു. ഇവിടെ ഈ ഒരു ചാർജ് മുടക്കി നമ്മൾ അകത്ത് കയറി കഴിഞ്ഞാൽ പോലും ഇപ്പോൾ 2ഉം 3ഉം വട്ടമൊക്കെ ഈ കാറിലൊക്കെ കയറാനുള്ള അവസരമുണ്ട്. കാറിൽ മാത്രമല്ല, ഇവിടുത്തെ ഏത് ഐറ്റത്തിൽ വേണമെങ്കിലും 2ഉം 3ഉം വട്ടം കയറാം. പിന്നെ കൊച്ചു കുട്ടികൾക്കാണ് ഇവിടെ കൂടുതലും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. അതായത് എത്ര വയസ്സുള്ള കുട്ടികൾ തൊട്ട് 3 വയസ്സ് തൊട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് കയറാൻ പറ്റിയ എല്ലാ ഐറ്റംസും ഉണ്ട്. എന്ത് ചെയ്യേ ചവിട്ടി പോണേ, കയറ ചവിട്ടി പോ. അച്ഛനെ കയ്യെ പിടിച്ചോ, വേഗത്തില്ല ചവിട്ടി. 3 വയസ്സ് തൊട്ട് തന്നെ കൊച്ചു കുട്ടികൾക്ക് ഒത്തിരി കളിക്കാനുള്ള കാര്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ നമ്മൾ വരുമ്പോൾ ആദ്യം ഇവിടുത്തെ നമ്മുടെ നോർമലായിട്ടുള്ള പാർക്കിൻ്റെ ഒത്തിരി സെക്ഷൻസ് വേറെ ഉണ്ട് കേട്ടോ. അതായത് ഇലക്ട്രോണിക്കോ അല്ലെങ്കിൽ വെള്ളമോ ഒന്നും അല്ലാത്ത കുറേ സംഭവങ്ങളുണ്ട്. ഈ സ്ലൈഡ് ഇറങ്ങി വരുന്ന സംഭവങ്ങളും ഊഞ്ഞാലാടുന്നതും പിന്നെ വേറെ കുറച്ച് ഐറ്റംസ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. നമുക്കിവിടെ കുട്ടികളുമായിട്ട് ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ അവർക്ക് അടിച്ച് പൊളിക്കാനായിട്ട് ഒത്തിരി, കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, ഇതൊക്കെ കുട്ടികൾക്കേ പറ്റത്തുള്ളെങ്കിൽ കുറച്ച് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ വലിയവർക്കുള്ളത് കൂടിയുണ്ട്. നമുക്ക് താഴെ ഇറങ്ങിക്കാം. ഇല്ലടാ, ബാലൻസ് കിട്ടത്തില്ല, അതാ കങ്കാര്. രണ്ടുപേരെയും നേരെ കങ്കാരുവിൻ്റെ റൈഡിലോട്ട് കയറ്റി. ഇതിനകത്ത് ഇവരാണെങ്കിൽ ഓൾറെഡി ഫസ്റ്റ് നമ്മൾ ചെന്നുകൊണ്ട് തന്നെ ഈ ഒരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളായിരുന്നു. അത് ചെയ്യുമ്പം ആദ്യം ഈ കങ്കാരുവിനെ എല്ലാ കങ്കാരുവിൻ്റെ സെക്ഷനിലുള്ള സംഭവങ്ങളും മുകളിലോട്ട് പൊക്കിയതിന് ശേഷം വേണം ഇത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു സ്വിച്ചൊക്കെ ഇട്ട് ഇത് ഉണ്ടോ, ഇതിങ്ങനെ മുകളിലോട്ട് പൊക്കി അതിന് ശേഷമാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള രംഗങ്ങൾ നമുക്ക് നേരിട്ട് കാണാം. ആ നിലവിളി ശബ്ദം ഇടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി തരികയും വേണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാനും മറക്കല്ലേ. ഇല്ലേ, സ്പീഡാക്കട്ടെ. പിന്നെ വന്നത് ഇതാ ഈ കാറാണ് കേട്ടോ. ഈ കാറ് പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കറങ്ങിയൊക്കെ വരുമായിരുന്നു ആ ഒരു സെക്ഷന്. കാരണം ഇതിന് മുമ്പ് ഞാനിവിടെ വന്നിട്ട് ഇതിൽ കയറിയിട്ടുള്ളതാണ്. അതൊന്ന് ചുറ്റി കറങ്ങുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ പക്ഷേ കറങ്ങുമൊന്നുമില്ല കേട്ടോ, ഇത് നേരെ പൊങ്ങുകയും താഴുകയും ചെയ്യും. അത് തന്നെ അടിപൊളിയാണ് സംഭവം. എന്തായാലും ഈ ഒരു സംഭവം ഞങ്ങളുടെ ഒരു ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു ഫാമിലി ബ്ലോഗാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫാമിലി ആയിട്ട് വന്നേക്കുന്ന ഒരു ട്രിപ്പിൻ്റെയും കാര്യങ്ങളൊക്കെ മാത്രമായിട്ടാണ് ഇടുന്നത്. എന്തായാലും അടിപൊളി സംഭവമാണ്. ഞാനൊന്നിലും അധികം കയറിയില്ലെങ്കിലും ഇവരെ എല്ലാത്തിലും വലിച്ച് കയറ്റുന്നുണ്ട്. ഇത് കൊച്ചു കുട്ടികൾക്ക്, അതായത് 3 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്കൊക്കെ കയറാനുള്ള സംഭവം കേട്ടോ. ഇതിൻ്റെ മുകളിൽ കയറി ഇരിക്കാനും പറ്റും, അകത്ത് സേഫായിട്ട് ഇരിക്കുന്ന 2 രീതിയിൽ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഈ ഒരെണ്ണത്തെ തന്നെ. എന്തായാലും ഒരു അടിപൊളിയാണ്, ചെറിയൊരു മോട്ടർ വർക്ക്. പിന്നെ നമുക്കൊരു കാര്യമുണ്ട്, ഇത്രയും റേറ്റ് കുറഞ്ഞ രീതിയിൽ ഇപ്പോൾ ആലപ്പുഴ ബീച്ചിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇത് ഓരോ ഐറ്റത്തിനും കയറുന്നതിന് 50 രൂപ വെച്ചിട്ടാണ് അവിടെ എടുക്കേണ്ടത്. പിന്നെ അത് പുറത്താണെങ്കിൽ ഒത്തിരി കുട്ടികൾക്ക്, ഇത് ഓൾറെഡി ഇച്ചിരി പഴയ സംഭവങ്ങളൊക്കെയാണ്, പക്ഷേ എന്നാലും കുഴപ്പമൊന്നുമില്ല, എല്ലാത്തിലും ഉപയോഗിക്കാൻ പറ്റുന്ന
പറ്റുന്ന രീതിയിലാണ് കിടക്കുന്നത്. ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതിലൊക്കെ കുട്ടികൾക്ക് കയറുകയും കാര്യങ്ങളും ഒക്കെ ചെയ്യാം. ഇതിൽ കയറിക്കൊണ്ട് അധികം ആരും ഇതിലിങ്ങനെ കയറി സമയം കളയാൻ നിൽക്കാറില്ല സത്യം പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ. കാരണം ഇതിലൊക്കെ കയറി മൊത്തം കയറിയിട്ട് വേണം വെള്ളത്തിലോട്ട് ഇറങ്ങാനായിട്ട്. പക്ഷേ അതിന് മുമ്പായിട്ട് ഇവിടെ ഒരു ചെറിയ പാർക്കുണ്ട് കേട്ടോ. ഇവിടെ എന്താണ് കണ്ടോ, സൈഡിലൊക്കെ സാധനങ്ങളുണ്ട്. ഇത് 3 വയസ്സ് 4 വയസ്സുള്ള കുട്ടികളുടെ പാർക്കാണ്. അതേ ഒരാൾ കാണിക്കുന്നുണ്ടോ, ഇത് 3 വയസ്സ് 4 വയസ്സുള്ള കുട്ടികളുടെ പാർക്കാണ്. അപ്പോൾ ഇതിൽ അവർക്കായിട്ട് ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. നെറ്റ്, അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ കയറി സ്റ്റെപ്പ് കയറി ചെല്ലുക, അത് നെറ്റിൽ കൂടെ പിടിച്ച് കയറുക, അതുപോലെ ജമ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ പൊങ്ങി വരുന്ന സംഭവങ്ങൾ, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദിവസം വന്ന് നമുക്ക് അടിച്ച് പൊളിക്കാം. അതായത് ഫാമിലി ആയിട്ട് അടിച്ച് പൊളിക്കാൻ പറ്റിയ ഫുൾ സെറ്റപ്പ് ഉണ്ട്. നല്ല ഇത് കണ്ടോ, ഇതൊക്കെ നമ്മൾ തന്നെ, ഇവിടെ ആരും ഇല്ല കേട്ടോ, അകത്തൊന്നും ആരും ഇല്ല. നമ്മൾ തന്നെ വന്ന് ഓണാക്കി നമ്മൾ തന്നെ കയറി ഇരുന്ന് കളിച്ചിട്ട് നമുക്ക് പോകുമ്പോൾ ഓഫാക്കിയിട്ട് പോവുക എന്നുള്ളൊരു ഡീലിംഗ് ആണ് ഈ ഒരു ഐറ്റത്തിൻ്റെ അകത്ത് കയറുമ്പോൾ കേട്ടോ. കാരണം പേരൻസ് 3 വയസ്സുള്ള കുട്ടികളുടെ കൂടെ പേരൻസ് കാണുമല്ലോ. അപ്പോൾ 3 വയസ്സ് 4 വയസ്സുള്ള കുട്ടികളുടെയൊക്കെ കൂടെ പേരൻസ് കാണുമല്ലോ. അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയേക്കുന്ന സെറ്റപ്പാണിത്. കുട്ടികളൊക്കെ അടിപൊളിയായിട്ട് ശരിക്ക് സന്തോഷിക്കുന്ന ഒരു പരിപാടി കൂടിയാണ് കേട്ടോ. കുട്ടികൾ ശരിക്കും എൻജോയ് ചെയ്യും. കുട്ടികൾ മാത്രമല്ല കേട്ടോ, വലിയവർക്ക് എൻജോയ് ചെയ്യാനായിട്ടൊരു ഐറ്റം പരിപാടിയുണ്ട് വെളിയിൽ. ഞാനതിപ്പോൾ കാണിച്ചു തരാം. പുറത്തായിട്ട് ചെല്ലുമ്പോഴത്തേക്ക് വെളിയിൽ അതിന് മുമ്പ് ഒരു ആനക്കുട്ടിയെ കണ്ടപ്പോഴത്തേക്ക് അതിൻ്റെ മണ്ട കയറി വന്ന 2 പേരും കൂടെ. അപ്പം ഇത് കഴിഞ്ഞിട്ട് പുറത്തോട്ട് ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങളതിൻ്റെ തൊട്ട് പുറകെ നോക്കിയാൽ മതി. ഇവിടാണ് വലിയവർ കിടന്ന് ആർമാദിക്കുന്ന സ്ഥലം. ഇതിൻ്റെ തന്നെ ഇത് കൊച്ചു കുട്ടികൾക്കുള്ള സെക്ഷനും, കൊച്ചു തീരെ പൊടിയായിട്ടുള്ള ഒരുവിധം കൊച്ചു ഇതായിട്ടുള്ള കുട്ടികൾക്കും, ഇത് തന്നെ വലിയവർക്കും കയറാം, ഒരുവിധം വലിയ കുട്ടികൾക്കും കയറാം, വലിയ ആൾക്കാർക്കും കയറാം. പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് ആ സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡിലായിട്ട് കൊച്ചു കുട്ടികൾക്ക് ഇരുന്ന് കളിക്കാൻ പറ്റും. അതായത് ഇപ്പം 3-4 വയസ്സുള്ള കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ആണെങ്കിൽ ഇരുന്ന് കളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സെറ്റപ്പാണ്. അത് കഴിഞ്ഞിട്ട് അതിൽ കൂടുതലായിട്ടുള്ള വലിയ കുട്ടികളാണ് ഇപ്പുറത്തെ പോയിട്ട് ഈ ഒരു പൂളിലോട്ട് ഇറങ്ങുന്നത്. ഇപ്പം 3-4 വയസ്സുള്ള കുട്ടികളുടെ ഇരുന്ന് കളിക്കാനുള്ള പൂളെന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാവേ. ഈ കമ്പി കെട്ടിയിട്ടേക്കുന്ന സ്ഥലം കണ്ടോ, ഇപ്പുറത്ത് അവിടെയാണ് കൊച്ചു കുട്ടികളിരിക്കുന്നത്. ഇവിടെ ഇത്രയും ഒരുവിധം നീളമുള്ള കുട്ടികൾക്ക് ഇപ്പുറത്ത് ഇറങ്ങി കളിക്കാം എന്നുള്ള രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് കണ്ടോ, 3 വയസ്സുള്ള കുട്ടികളൊക്കെ എന്താ ഇവിടെ കളിക്കാം. ഇവർക്കിവിടെ അത്യാവശ്യം മുട്ടറ്റം വെള്ളമേ ഉള്ളൂ. കുട്ടികൾക്ക് വെള്ളത്തിൽ ഇറങ്ങി സ്വന്തമായിട്ട് നിൽക്കുകയും ഇരിക്കുകയും കളിക്കുകയും വെള്ളത്തിൽ ഇതാക്കുകയൊക്കെ ചെയ്യാം. വെള്ളത്തിലോട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പിള്ളേരൊക്കെ മറ്റൊരു ലോകത്തേക്ക് ഉണ്ടാകും കേട്ടോ. ഒരു രക്ഷയില്ല. കുറച്ച് നേരമൊക്കെ കിങ്ങിണി ഇപ്പുറത്തെ സൈഡ് നോക്കിയൊക്കെ നിന്ന്, എന്നിട്ട് കിങ്ങിണിയും പതുക്കെ ഞങ്ങൾ ഇപ്പുറത്തോട്ടൊന്ന് ഇറക്കിയൊക്കെ നോക്കി. പേടിയുണ്ടോയെന്ന് അറിയാൻ വേണ്ടി ഇറക്കിയതാണ് കേട്ടോ. പക്ഷേ പുള്ളി ഫുള്ള് ഹാപ്പി ആയിരുന്നു. പുള്ളി വേണ്ട നമ്മളെ തവളെ കയറി ഇറക്കുകയും അത്യാവശ്യം നിന്നിട്ട് കഴുത്തറ്റം നെഞ്ചിൻ്റെ അവിടം വരെ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും പുള്ളിക്ക് ഇതിലെല്ലാം കയറുന്നതുകൊണ്ട് പുള്ളി ചാടി ഇറങ്ങി എല്ലാത്തിലും വലിഞ്ഞ് കയറുകയും വെള്ളത്തിൽ കളിക്കുകയും ഒക്കെ അടിച്ച് പൊളിക്കുമായിരുന്നു. 2 പേരും, ദേവനാണെങ്കിലും ശരി കിങ്ങിണിയാണെങ്കിലും ശരി, അടിച്ച് പൊളിക്കുമായിരുന്നു തന്നെ പറയണം. ഒരു ദിവസം ഫാമിലിയായിട്ട് ഒന്ന് അടിച്ച് പൊളിക്കാൻ പറ്റിയ ഒരു കലക്കൻ ട്രിപ്പാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഗ്രീൻ വാലിയിലെ അടിപൊളിപ്പ് ഈ ഒരു പരിപാടി. പിന്നെ ഗ്രീൻ വാലിയിലെ ടൈമൊക്കെ എന്ന് പറയുന്നത് നമ്മൾ നെറ്റിലൊക്കെ നോക്കിയാൽ കിട്ടും കേട്ടോ. 11 മണി തൊട്ടാണ് അവിടെ സ്റ്റാർട്ടിങ് വരുന്നത്. 6 മണി വരെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ നമുക്ക് ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഒരു ദിവസം ഫാമിലി ആയിട്ട് വന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു സ്ഥലമെന്ന് വെച്ചാൽ ഇത് തന്നെയാണ്. ഇത് കൂടാതെ തന്നെ ഇവിടെ ഒരു 12D തിയേറ്ററും പിന്നെ കറങ്ങുന്ന ഒരു സംഭവം കൂടിയുണ്ട്. അപ്പം അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ അകത്ത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. 12D തിയേറ്ററിൽ കയറി കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റില്ല. പിന്നെ ഒരു കറങ്ങുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു, ഇങ്ങനെ ഫുള്ളായിട്ട് ഇറങ്ങുന്നത്. അതിൽ ഞങ്ങൾക്ക് മിസ്സായിരുന്നു കേട്ടോ. അത് ഒരു സൈഡിൽ കിടക്കുന്ന നമ്മൾ കണ്ടില്ല, അത് ഞങ്ങൾക്ക് മിസ്സായി. എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളിതിലെല്ലാം അറ്റൻഡ് ചെയ്തിട്ട് പോകണം. ഇതൊരു അടിപൊളി പരിപാടിയാണ്. അപ്പം അടുത്ത ഒരു നല്ല വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ബൈ. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ദിവസം അടിപൊളിയായി, നിങ്ങളും അടിപൊളിയാക്കാനായിട്ട് പോരുക. ഞങ്ങളുടെ ചാനൽ കാണുന്നവരൊക്കെ, ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ടൊക്കെ ചെയ്യണേ.